10,000 കോടി രൂപയിലധികം കടബാധ്യതയിൽ നിൽക്കുന്ന KCBക്ക് ലഭിക്കാനുള്ളത് ശതകോടികളുടെ കുടിശ്ശിക. 1178 വൻകിട സ്ഥാപനങ്ങളാണ് വർഷങ്ങളായി കുടിശ്ശിക അടയ്ക്കാത്തത്. റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. KCBയുടെ ബാധ്യതകൾ അധിക വൈദ്യുതി ചാർജായി ജനങ്ങൾക്ക് മേൽ ചുമത്തപ്പെടുമെന്ന ആശങ്കയും ഉയരുന്നു. 2021 ഡിസംബർ വരെയുള്ള കണക്ക് പ്രകാരം KCBക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ടായിരുന്നത് 2117 കോടി രൂപയാണ്. ഇതിൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക 1020.74 കോടി രൂപയും സ്വകാര്യ സ്ഥാപനങ്ങളുടേത് 1023.76 കോടി രൂപയുമാണ്. ഇതിൽ 370 കോടി രൂപ പിരിച്ചെടുത്തെങ്കിലും സ്ഥാപന ഉടമകൾ കോടതിയെ സമീപിച്ചതോടെ തുടർ നടപടികൾക്ക് സ്റ്റേ ലഭിച്ചു. ശക്തമായ നിയമവിഭാഗം ഉണ്ടായിട്ടും സ്റ്റേ നീക്കാൻ KCB ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ല എന്ന ഒരു ആക്ഷേപവും ഉയരുന്നുണ്ട്. 2007 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക 1872 കോടി രൂപയായിരുന്നപ്പോൾ KCBയുടെ കടബാധ്യത 350 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുത ബോർഡിന്റെ കടബാധ്യതയും സാമ്പത്തിക നഷ്ടവും കുത്തനെ വർദ്ധിച്ചതായാണ് കണക്കുകൾ പറയുന്നത്. ആകെ വൈദ്യുത ഉൽപാദനത്തിന്റെ 5% സൗരോർജ്ജത്തിൽ നിന്നും ഉറപ്പാക്കണമെന്ന കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം നടപ്പാക്കില്ല എന്നും പുതിയ വൻകിട വൈദ്യുത ഉൽപാദന പദ്ധതികൾ ആരംഭിച്ചില്ല എന്ന വിമർശനവുമുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ KCBക്കുണ്ടായ 549.21 കോടി രൂപയുടെ നഷ്ടത്തിൽ 494.29 കോടി രൂപ സർക്കാർ ഏറ്റെടുത്തിരുന്നു. എന്നിട്ടും ബോർഡിന്റെ കടബാധ്യത 4506 വർദ്ധിച്ചു. ഈ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ ജനങ്ങൾക്ക് മേൽ വീണ്ടും അധിക വൈദ്യുത ചാർജ് ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയും ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം.